ആ മെയ്തേയി എക്സ്പെക്റ്റേഷൻ, ഈ മെയ്തേയി ഞാൻ പറഞ്ഞു ആറാംബൈ തെങ്കോൾ, മെയ്തേയി ലുംപൂൺ എന്നൊക്കെ പറയുന്ന ഓർഗനൈസേഷൻസിന് മിലിറ്റൻ്റായിട്ട് നമ്മൾ ഒരു ഗോളുണ്ട് അവർക്ക്. എന്താണ്? ക്രഷ് ദ കുക്കീസ്. അത് നടക്കുന്നില്ല എന്നിപ്പോൾ ബോധ്യമായി. അപ്പോൾ അവരുടെ ഫ്രസ്ട്രേഷനാണ്. അതാ പറഞ്ഞ് ഡ്രോപ്പ് ബോക്സ് ഡെപ്പോസിറ്റ് യുവർ ഗൺസ് എന്ന് പറയുന്ന മെയ്തേയി BJP മിനിസ്റ്ററുടെ ഗോഡൗണും പ്രൈവറ്റ് പ്രോപ്പർട്ടി മുഴുവൻ കത്തിച്ചു. ആ ഇമേജാണ് ഇപ്പോൾ അവിടെ നേരത്തെ നിന്നിരുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ മെയ്തേയി കാഡേഴ്സ്, നമ്മൾ ഈ ഫണ്ടമെൻ്റലിസ്റ്റ് ഓർഗനൈസേഷനെ വളർത്തിക്കഴിഞ്ഞാൽ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ പോലും പറ്റില്ല എന്നാണ്. അതുകൊണ്ടാണ് കേന്ദ്രമന്ത്രിയുടെ വീട് കത്തിച്ചതും ഈ മന്ത്രിയുടെ കത്തിക്കുന്നതും. ഞാൻ പറയുന്ന ആ മിസ്റ്ററി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അവിടെ ഒരു ഫ്രസ്ട്രേഷൻ, കാരണം അവരുടെ ആസ്പിറേഷൻ, മെയ്തേയി ഫണ്ടമെൻ്റലിസ്റ്റിൻ്റെ ആസ്പിറേഷൻ, അവർ വിചാരിച്ചത് ഇവിടെ ഇങ്ങനെ പ്രശ്നമൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ഈ കേന്ദ്ര ഗവൺമെൻറ്, BJP ഗവൺമെൻറ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു, അതുകൊണ്ട് മെയ്തേയിസ് ഏരിയയിലേക്ക് ഈ അവിടുത്തെ മെയ്തേയി വിമൻ ട്രേഡേഴ്സ് ഗവർണറെ കണ്ടു എന്ന് പറഞ്ഞൊരു ഹെഡ്ലൈനാണ്. അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഗവർണറെ കണ്ടിട്ട് അവരെ സഫറിങ്, മാർക്കറ്റ് അടഞ്ഞു കിടക്കുന്നു, സപ്ലൈസ് ഇല്ല, മനുഷ്യർ ദുരിതം. അതൊന്നല്ല അവർ പറയണേ. അവർ പറയുന്നത് എന്താണ്? മെയ്തേയി വിമൻ പറയുന്ന സംഘടന പറയുന്നത് കുക്കികളെ തകർക്കണം. അപ്പോൾ ആ അജണ്ട നടപ്പിലാക്കാത്തത് കൊണ്ട് അവർക്കൊരു ഫ്രസ്ട്രേഷൻ ഉണ്ട് ഇല്ലേ? ആ ഫ്രസ്ട്രേഷനാണ് ഇപ്പോൾ തോക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറഞ്ഞ് ബോർഡ് വെച്ച ഒരുപക്ഷെ മനസാക്ഷിയുള്ളൊരു BJP മന്ത്രിയുടെ വീട് പോലും അവർ കത്തിച്ചത്. അതാണ് ആ മിസ്റ്ററിക്ക് എനിക്ക് പറയാനുള്ള മറുപടി.